എല്ലാ സ്നേഹ സൗഹൃദങ്ങൾക്കും ഹൃദ്യമായ ഈദ് ദിനാശംസകൾ ആദ്യമായി അർപ്പിക്കുകയാണ്. ഈദ് ദിനമായി ഇന്ന് മാർച്ച് 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന സിനിമയാണ് ഭീഷ്മർ. ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമ ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ദിവ്യ പിള്ള, അമ്മരെ ഗോസ്വാമി, ഇന്ദ്രൻസ്, സെന്തിൽ കൃഷ്ണ എന്നിങ്ങനെ താരതരമുള്ള ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് അൻസാജ് ഗോപിയാണ്. രതീഷ് റാം ഛായാഗ്രഹണവും എഡിറ്റിംഗ് ജോൺ കുട്ടിയും. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് രഞ്ജിൻ രാജ്, KA ലത്തീഫ് എന്നിങ്ങനെയാണ്. സംവിധായകനായി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവും. രൺവീർ സിംഗ് നായകനായി ആദിത്യധർ തിരക്കഥ സംവിധാനം ചെയ്ത ദുരന്തർ 2 എന്ന സിനിമ ആദ്യ ഭാഗം 2025 നേടിയെടുത്ത കളക്ഷൻ റെക്കോർഡുകൾ തന്നെ ഭേദിച്ചുകൊണ്ട് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത് വമ്പൻ നേട്ടം തന്നെ കൊയ്യുമെന്നുള്ള സൂചനകൾ തന്നെയാണ് സിനിമയുടെ ബുക്കിംഗും ആദ്യ ദിന കളക്ഷനും സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട് വിവിധ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം കേരളത്തിൽ 3,10,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സാഗനിക്കിന്റെ ഡാറ്റ പ്രകാരം ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 139,78,00,000 രൂപയാണ്. ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 172,63,00,000 രൂപയുമാണ്. വിദേശത്ത് നിന്ന് പ്രീമിയർ ഷോ ഉൾപ്പെടെ 64 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 236,63,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 240 കോടി മുതൽ 250 കോടി രൂപ വരെയാണ് ആദ്യ ദിവസം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈദ് റിലീസ് ചിത്രമായി ഇന്നലെ മാർച്ച് 19 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, വിജയ് ബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ ബോൾഗാട്ടി, ഫഹദ് മാനുവൽ, ഇന്ദ്രൻസ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ ദിവസമായ വ്യാഴാഴ്ച അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കേരളത്തിൽ നേടിയെടുത്തത് 3,40,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസവും ഈദ് ദിനം കൂടിയായ ഇന്ന് വെള്ളിയാഴ്ച പ്രീസെയിലായി ഈ സിനിമ കേരളത്തിൽ 3,10,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5,90,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,10,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിന ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷനായി ഈ സിനിമ 7 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അപ്ഡേറ്റ് നിലവിൽ പുറത്തു വന്നിട്ടില്ല. എങ്കിലും 12 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. പവൻ കല്യാൺ നായകനായി ഹരീശങ്കർ സംവിധാനം ചെയ്ത ഉസ്താദ് ഭഗത് സിംഗ് എന്ന തെലുങ്ക് സിനിമ ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച ഈ സിനിമയിൽ ശ്രീലീല, റാഷി ഖന്ന, പാർത്ഥിപൻ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 31,50,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 37,17,00,000 രൂപയുമാണ്. വിദേശത്ത് നിന്ന് 5 കോടി ഉൾപ്പെടെ ആദ്യ ദിവസം ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 42 കോടി രൂപയാണ്. അങ്ങനെ ഈദ് റിലീസായി തിയേറ്ററിലെത്തിയ വിവിധ ഭാഷകളിലെ വിവിധ സിനിമകൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.